ഹലോ, റൂം സർവീസ്. 323 ഒരു ചായ. വെയിറ്റർ, 1 towel please. യെസ് മാം. ടീ സർ. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചായ പറഞ്ഞിരുന്നു സാർ. വൈഫായിരിക്കും, അവിടെ ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ, വയ്ക്കോട്ടെ. എങ്കിൽ ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട. നല്ല ചായയാണ് സാർ. സാർ ഒരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓഹോ, എന്നാ നോക്കട്ടെ. ഷുഗർ? ഷുഗർ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കേട്ടണം. കുറച്ച് ചുമയുണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. എന്ത് ചായയുടെ? അയ്യോ, കുറച്ച് മെഴുകി ഇറങ്ങി പോടാ. കാഴ്ച വാങ്ങി ബോധം കിടന്നതിന് മുറി ചെല്ലണം. ഇത് വെളിമ്പ്രദേശം. അയ്യോ, ഇത് ഭാഷേ. ഫോൺ തെറ്റിരിക്കാണില്ലേ? ഒരു പാർട്ടിക്ക് പോയതാ. വെറുതെ കിട്ടുമ്പോ കോരി മോന്തിയല്ലേ. ആട്ടെ, ഏതാ റൂം? എവിടെ? 333. ആ, സാർ. യെസ്. സാറെന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മാരേജ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. എന്താ മിസ്റ്റർ ലംബോദരൻ ഇവിടെ? ഒരു ചെക്കേഴ്സുമായിട്ട് വന്നതാ. ആളിങ്ങോട്ടൊരു കല്യാണം കൂടാൻ പുറപ്പെട്ടെന്ന് കേട്ടു. ആരാ ആള്? ഒരു KT മാത്യു. ആളിതുവരെ എത്തിയിട്ടില്ല. KT മാത്യു? അതെ. ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ലാന്ന്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ആ. എവിടെ? റൂം ഞാൻ കണ്ടുപിടിച്ച് തരാം. പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ടൊന്ന് പെരുമാറണം. ഫെർണാണ്ടസ് പറഞ്ഞതാ. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച തുക ചെറുക്കന് കൊടുക്കാനുള്ള കാറിന്റെ കീ പള്ളിയിൽ കെട്ട് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കും. 2 പ്രാവശ്യമായിട്ട് എന്തൊക്കെയോ കൂടുതൽ ഓഫർ ചെയ്തിരുന്നു. ആ ടോമംഗൾ എന്റെ ഭാര്യയെ കയറി പിടിച്ചപ്പോ ഒരു 10ഉം പിന്നെ അങ്ങേരെ എന്റെ ചേട്ടത് അടിച്ചപ്പോ ഒരു 5ഉം. മാതച്ചന്റെ റൂം നമ്പർ എത്രയാ? 117. ഞാൻ മറന്നിട്ടില്ല. ഒന്നിങ്ങി വന്നേ. കാശ് കൊടുക്കാൻ വരട്ടെ. ആ മാതച്ചന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കേസുകളുണ്ടെന്നോ അറസ്റ്റ് ചെയ്യാൻ SI റൂമിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, ഞാൻ മാത്തച്ഛൻ മുകളിലോട്ട് പൊക്കോ, ഞാനിത് കൊടുത്തയച്ചേക്കാം. അതെന്താ അങ്ങനെ? അതെ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അലമാരിയുടെ കീ മോൾ എടുത്തോണ്ട് പോയി. ബാക്കി പണം അതിനകത്താ. അവള് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നേക്കാം. ഞാൻ മുറി തന്നെ ഉണ്ടാവും. അയ്യോ, മുറി തന്നെ ഉണ്ടാവണം. ഞാൻ ഇപ്പൊ വരും. ആളെ കിട്ടി, ആളെ കിട്ടി. 117 ചെക്കുള്ള ഇന്ന് അവന്റെ പള്ള ഞാൻ വിളിക്കും. ഈശോയേ, എവിടെ അവൻ? ആര്? നിന്റെ കെട്ടിയവൻ. അവൻ പോലീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ? എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ച് കൂമ്പ് കലക്ക ഞാൻ. ആളിവിടെ ഇല്ല. അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അയ്യോ, ഇല്ല. ഞാൻ നോക്കട്ടെ. ഇതിലെ പോയിട്ട് പെട്ട എങ്ങോട്ട് പോയവൻ? എന്താ സാർ പ്രശ്നം? കള്ളച്ചക്ക് കൊടുത്തിട്ട് മുങ്ങി നടക്കവൻ. പാട്ടി അയാൾ അങ്ങോട്ട് ഓടി. ഹായ് ഹായ്. അയ്യോ പണേ, നീ അപ്പോ നിൽക്കാൻ സമയമില്ലാതെ പോലീസ് പുറകെ ഒരു ആവശ്യമായിട്ട് ഓടിക്കാതെ. ഇതിനകത്ത് കയറിക്കോ. അബ്ദുള്ളയുടെ റൂമാ. ആരാത്? ഞാനാ ഗോപി പറഞ്ഞിട്ട് വന്നതാ. മണിയെ പോലെ അസംബ്ലി പിരിച്ചുവിട്ടു.
is that? ഞാൻ പോലീസാടാ. മര്യാദക്ക് തുറക്കുന്നവനക്ക് നല്ലത്. കുറെ നാളാടാ നിന്നെ ഞാൻ തപ്പി നടക്കണം. മര്യാദയ്ക്ക് തുറക്കണം. തുറക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കണം. ഞാൻ തുറക്കാൻ. ഞാൻ തുറക്കാൻ പറഞ്ഞു. ഇതെപ്പോ വന്നു? കർത്താവേ, എന്റെ വായിന്ന് വല്ലതും വീട് പോയിരുന്നെങ്കിൽ ആകെ നാണക്കേടായനെ. എന്നോട് ടോമങ്കിള പറഞ്ഞത് പോലീസ് മാത്തച്ഛനെ തപ്പിയെത്തിയെന്ന്. ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക നശൂലം. ആ ചെകുത്താലെ കൊണ്ടാണല്ലോ ദൈവമേ എന്റെ മോളെ തലയെ തുടിച്ചത്. നീ എന്നാ നോക്കിക്കൊണ്ടിരിക്കുക? പോയ പെട്ടി എടുത്തോട്ട് വാ, കാശ് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. മാത്തച്ഛൻ എന്തി? ഇവിടെ ഇല്ല, പുറത്തു പോയി. പറഞ്ഞുറപ്പിച്ച തുക മുഴുവനുണ്ട്, സൂക്ഷിച്ചു വെച്ചേക്കണം. മാത്തച്ഛൻ വരുമ്പോൾ പറഞ്ഞേക്കാം. ഹലോ, പ്രിൻസ് അല്ലേ? കാശ് മുഴുവൻ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വേഗം പോണം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ അപ്പൻ ജയിലിലാവും. പോലീസ് ഇവിടെ കറങ്ങി നടക്ക. അവൾ ഇവിടെ വന്നു മുതൽ ഇവൻ ഇവിടെ ഇരുന്ന് പിടയ്ക്ക. വീണ് ഇവിടെ ഉള്ളിടത്തോളം കാലം മനസ്സമാനായിട്ട് കെട്ട് അടക്കില്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പറഞ്ഞു വിട്ടേ പറ്റൂ. അവള് 104 നീ ഒരു കാര്യം ചെയ്, അവിടെ ചെന്ന് അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയേ. എങ്ങനെ സെറ്റിൽ ചെയ്യാനും നമ്മൾ റെഡിയാണെന്ന് പറ. 104 ഞാനാ ഫെലിക്സ്. എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരൂ, ഞാൻ കുളിക്കാൻ കയറി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. നിന്നെ കണ്ട ദിവസം മുതല് ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളമ്മ ഒരുപാട് കാലം അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ളതൊക്കെ ശരിയാ. നിന്നെ ഇപ്പോഴും എനിക്കിഷ്ടാ. പക്ഷെ എനിക്കിപ്പോ ഈ കല്യാണം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഇത്തരക്കാരനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല. കെട്ടിന് മുമ്പ് നിന്റെ പരിപാടി ഇതാണല്ലേ? കെട്ട് കഴിഞ്ഞ എന്റെ മോളെ വീട്ടിലിട്ടിട്ട് കണ്ട അറുവാഴ്ചകളെ പലതോറും കയറി. എന്താ എടോ തെണ്ടി തന്നേ, താനും കൂടെ കേട്ടോ തന്റെ മോന്റെ ലീലാവിലാസം. ഈ മുറി താമസിക്കുന്ന ആ പിഴച്ച പെണ്ണിനെ കണ്ടില്ലേല് തന്റെ മോൻ ഉറക്കം വരില്ലാന്ന്. കർത്താവിന്റെ കൃപ കൊണ്ടാണ് ഈ ചെത്ത് എനിക്ക് കൈയോടെ പിടിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല, ഇത് മറ്റത് ആ പ്രേമം. ഇവിടെ വായിച്ചോ? ഓഹോ, അപ്പൊ താനും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കേസ് കെട്ടുമായിട്ടുള്ള ഇവന്റെ ഇടപാടുകളൊക്കെ. കുറച്ച് കാശ് കൊടുത്താ എളുപ്പം അതൊന്ന് ഡീൽ ചെയ്യാൻ വന്നതേ. നാണമില്ലേടോ ചെത്തെ ഇങ്ങനത്തെ പെണ്ണുങ്ങളുമായിട്ട് തന്റെ മോന് ബന്ധപ്പെട്ടെന്ന് പറയാൻ? ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് തനിക്ക് അച്ചായ കാര്യം അറിയാതെ വെറുതെ കിടന്ന് തുള്ളരുത്. ഇവള് അച്ചായം പറയുന്ന പോലെ അത്ര മോശക്കാരിയൊന്നുമല്ല. ഇവള് വലിയ കുടുംബത്തിലുള്ളതാ. ഇവളുടെ അച്ഛൻ വലിയ മറ്റതാ, ഊത്ത് വിദ്വാൻ. അതെനിക്ക് മനസ്സിലായി. ഇവരുടെ മോന്ത കണ്ട അറിയാം ഇവിടെ തന്ത ഊത്തുവാണെന്ന്. അങ്ങനത്തെ ഊത്തല്ലടോ. കച്ചേരിക്കൊക്കെ അങ്ങനെ നീളത്തിൽ ഓട്ടിട്ടിട്ട് ഹാർമോണിയത്തിൽ ഓട്ടില്ല, അതല്ല. എന്താ അതിന്റെ പേര്? തബല. തബലയല്ല, ഇപ്പൊ പേര് കുന്തായാലും എനിക്കൊന്നുമില്ല. അതെന്താ തനിക്ക് കുന്തല്ലാണ്ടായെന്ന്? പപ്പാ, ഇവരെനിക്കറിയില്ല. ഇനിയിപ്പൊ നീ അവളെ അറിയില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാം പുറത്തായില്ലേ? കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞയക്ക്. അയ്യോ, നിങ്ങൾ എന്തിനാ കുന്തം വീഴ പോലെ നിൽക്കണേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആണുങ്ങൾ നോക്കിയോളാം. നിങ്ങൾ റൂമിലേക്ക് വെക്കോ. ആരും പോണില്ല, എല്ലാരും അറിയട്ടെ. അല്ല എനിക്ക് സത്യമായിട്ട് എനിക്ക് അവരെ അറിയില്ല. മതി തന്തേ മോനുമായിട്ടുള്ള കളി. രണ്ടുപേർക്ക് ഒരുമിച്ച് ഈ ബാങ്കിലാണ് അക്കൗണ്ട് അല്ലേ? പറയരുത്. താൻ ഈ മുറിയുടെ വാതൊക്കെ മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ താൻ എന്താ എന്നോട് പറഞ്ഞത്? അതിനകത്ത് തന്റെ കുമ്പളാഞ്ചേരിയിലെ അമ്മുമ്മയാണെന്ന്. ഇവളാളോടോ തെണ്ടി തന്റെ കുമ്പളാഞ്ചേരിയിലെ അമ്മുമ്മ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. നീ പോടാ, നിനക്ക് എന്റെ ഭാര്യനെ കിട്ടാതിനെ കൊതിക്കറിവല്ലേ? ഇമ്മണി കിട്ടും. ഞാൻ പറയണമെന്ന് കേക്ക്. പോയത് എല്ലാത്തിനും നാക്കിയാ പിടിച്ചെടുക്കും.
10ഉം 12ഉമായിട്ട് ഇതൊന്നു മാത്രമേ എനിക്കുള്ളൂ. അതെന്റെ കുറ്റ അല്ലടാ, ഇതെല്ലാം എന്റെ കുറ്റം തന്നെയാ. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തുകയില്ല. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റില്ല. ഞങ്ങൾക്കുണ്ട് കുറച്ച് അന്തസ്സൊക്കെ. കണ്ടടാ, കണ്ടു. നിന്റെയൊക്കെ അന്തസ് ഇപ്പൊ ഞാൻ കണ്ടു. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഈ കെട്ട് നടക്കുകയില്ല. ഇവന്റെ അപ്പം ഞാനാണെങ്കിൽ ഈ കല്യാണം നടത്തും. തോക്കുണ്ടാ എന്റെ കയ്യില്. നിന്റെ കൈ കോപ്പുണ്ട്, എനിക്ക് പുല്ലാണ്. സംസ്കാരം നിനക്ക് കണ്ടി വെള്ളക്കുഴി. ഇളന്തോളി അച്ഛൻ വരട്ടെ, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. താനിങ്ങോട്ട് വന്നു. പൊന്നും പണമൊക്കെ കൊടുത്തതല്ലേ, അച്ഛന്റെ മധ്യസ്ഥത വേണം എല്ലാം തിരിച്ചു വാങ്ങിച്ച് പിരിയാൻ. തൽക്കാലം താൻ മുറിലോട്ട് പോ. ചെല തൽക്കാലം താനും പോ. നാളെ അച്ഛൻ വന്നിട്ടെല്ലാം തീരുമാനിക്കാം. ഇപ്പൊ ഞാൻ പോയിക്കോളാം. ഞാൻ അടിമുടി തീ പിടിച്ചിരിക്കുക. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വെടിവെച്ചു പോലും. എന്നിട്ട് 3-ാം നിലയുടെ മോളിന് താഴ്ത്തി കിടത്ത് ചാടും. എന്നിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ അതെന്റെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോളൂ. എല്ലാം തുളച്ചപ്പോ നിനക്ക് സമാധാനമല്ലേടി? നിന്നെ കൊല്ലു. ഡാഡി, ഡാഡി ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നാ പോ. ഏയ്, താനിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. വാ. തന്നെ കിട്ടാനുള്ള തലയിലെടുത്ത് വീണയ്ക്ക. അതുകൊണ്ടാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തീർന്നത്. താനുള്ള ആരാ? ബന്ധുക്കളെന്ന് കൂട്ടിയാൽ മതി. ഒരേ കുടുംബത്തിൽ തന്നെയാ. അതുകൊണ്ടല്ലേ ഈ കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ തന്നെ വന്നത്. കുടുംബത്തിലൊരു കുട്ടിക്ക് ഗതികേട് വന്നാ കൈവിടാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അമ്മ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ അവളും പറഞ്ഞിരുന്നു അച്ഛൻ സമ്മതിക്കും, കല്യാണം നടത്തരുന്നൊക്കെ. അവസാനം കൈയും വീശി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കെട്ടിക്കോന്ന് പറഞ്ഞാ കെട്ടിയിട്ട് ഞാൻ അവളും കൂടി വഴി ഇറങ്ങി തണ്ടോ? തന്നെ കെട്ടിയ ഉള്ളതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ അവൾ തയ്യാറാ? അത്രയ്ക്ക് ഇഷ്ടാ തന്നെ. അങ്ങനൊന്നും ജീവിതം തുടങ്ങി ഇക്കാലത്ത് ആരും തയ്യാറാവില്ല. ഞാൻ കെട്ടിക്കോളാം, പക്ഷെ 10-30 ലക്ഷം രൂപ അത് എന്റെ അപ്പ അതിന് സമ്മതിക്കില്ല. പപ്പയെ ഉറപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്തുമില്ല. അത്രയും കിട്ടിയ സമ്മതിക്കോ? എവിടെ നിന്ന് കിട്ടാൻ? 30 ലക്ഷം അല്ലേ? ഞാൻ തരാം. എവിടെ നിന്ന്? കുറച്ച് കാശിന്റെ പേരില് ആ കുട്ടി കഷ്ടപ്പെടുന്ന കാണാൻ ആ വീട്ടുകാരെ ആഗ്രഹിക്കും തോന്നണില്ല. ആ കാശ് വാങ്ങിച്ചു തരാം. എങ്കിൽ ഞാൻ അപ്പനപ്പുറം സമ്മതിപ്പിക്കുക. താൻ വീണയായിട്ട് കണ്ട് പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്ക്. കല്യാണത്തിന് മുമ്പ് കാശ് തരുന്ന കാര്യം ഞാൻ ഏറ്റു. നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്ന് അവൾ അറിയണ്ട. നാളെ തന്നെ അവളൊന്ന് കാണും. കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ ഒരുമിക്കണം. എനിക്കിപ്പോഴും അവളെ ഇഷ്ടമൊക്കെ തന്നെ. കാശിന്റെ കാര്യം ശരിയായ പിന്നൊന്നും ആലോചിക്കില്ല. പക്ഷെ കയ്യിലെ കാശ് തീരുന്നതിനൊപ്പം തന്റെ ഇഷ്ടം തീരരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാ അവളെ കഷ്ടപ്പെടുത്തരുത്. എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ വന്നെടുത്തോണ്ട് പൊക്കോളാം.